ഹലോ. ഒന്ന് നിക്ക് മാഷേ, ചോദിക്കട്ടെ. എന്താ? നിങ്ങൾ ഈ വഴി എങ്ങോട്ടാ? ഞാനൊന്ന് നടക്കാൻ ഇറങ്ങിയതാ. അത് ശരി. അപ്പം നിങ്ങൾ കോഴിക്കോട്ടുകാരൊക്കെ പാളത്തിലൂടെയാണോ മോർണിംഗ് വാക്കും ഈവനിങ് വാക്കും ഒക്കെ നടത്തും? നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടത്? എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ മൂൺ വാക്ക് വരെ നടത്തും. സത്യം പറ, നിങ്ങൾ വണ്ടിക്ക് തലവയ്ക്കാൻ വന്നല്ലേ? ആണെങ്കിൽ ഞാനും അങ്ങോട്ടാ. ഇതെന്താട്ടാ അർത്ഥ സിനിമയോ? അതെന്താ അങ്ങനെ ഒരു ചോദ്യം? അല്ല, അതിലാണല്ലോ ജയറാം മമ്മൂട്ടിയും ഒപ്പരം ഒരു ട്രെയിനിൽ തലവെക്കാൻ പോകുന്നത്. സോറി, എന്താ ചെയ്യുക, ഞാനങ്ങനെ സിനിമയൊന്നും കാണാറില്ല. അപ്പം നിങ്ങൾ സിനിമയൊന്നും കാണാറില്ല? ഇതുവരെ ഒരു സിനിമയും കണ്ടിട്ടില്ല? ഭയങ്കര തിരക്കാണ് സുഹൃത്തെ. ഇത്ര തിരക്കാവാൻ മാത്രം എന്താ നിങ്ങളെ പണി? അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല. അപ്പോൾ ജോലി തിരക്കാണോ കാരണം? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണമുണ്ടോ? അതും ഒരു കാരണമാണ്. ആ, നിങ്ങൾക്ക് കാരണം പറയാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട. എൻ്റെ പേര് അരുൺ. ചേട്ടൻ്റെ പേരെന്താ? നിങ്ങൾ എന്നെ രാജൻ എന്ന് വിളിച്ചോളൂ. നാടെവിടെയാ? കുറച്ച് ദൂരെയാ, വടക്ക. എന്താ ഇവിടെ? ഇവിടെ ഒരു പണി ആവശ്യത്തിന് വന്നതാ. ജോലിയൊക്കെ ഉണ്ടായിട്ടും ജോലിയിൽ ടെൻഷനൊക്കെ സാധാരണയല്ലേ? അപ്പോൾ പണിയില്ലാഞ്ഞിട്ടാണോ വണ്ടിക്ക് തലവയ്ക്കാൻ അരുൺ വന്നത്? ഏയ്, അതല്ല. അത് പോട്ടെ, ഇനിയിപ്പോൾ ഏതാ വണ്ടി വരാനുള്ളത്? ഒരു ലോക്കലുണ്ട്, ഇപ്പോൾ വടകര കഴിഞ്ഞിട്ടുണ്ടോ? എന്താ അരുൺ, ഏതായാലും ചാവാൻ പോവുക. അപ്പോൾ ഈ ലോക്കലൊന്ന് മാറ്റി പിടിച്ചൂടെ? വല്ല വന്ദേ ഭാരതോ രാജധാനിയോ അങ്ങനെയൊക്കെ നോക്കിക്കൂടെ? എന്നാൽ 1.5 മണിക്കൂർ കഴിഞ്ഞാൽ ഒരു വന്ദേ ഭാരത് വരാനുണ്ട്. അത് പിടിച്ചാലോ നമുക്ക്? ശരിയാണ്. ശരിയായ തീരുമാനം ശരിയായ സമയത്തെടുക്കുമ്പോഴാണ് ജീവിതം ബ്യൂട്ടിഫുൾ ആവുക. തീവണ്ടി തട്ടിയിട്ട് കണ്ണേതാ മുക്കേതാന്ന് തിരിയാണ്ടാവുന്നതാണോ നിങ്ങൾ പറഞ്ഞ ബ്യൂട്ടിഫുൾ? അത് വിട്ടേക്കരുൺ. എന്തായാലും വന്ദേ ഭാരത് ഫിക്സ് ചെയ്ത സ്ഥിതിക്ക് നമുക്ക് പോയൊരു ചായ കുടിച്ചിട്ട് വരാം. ഓക്കെ. അല്ല, അരുൺ എന്തിനാ ആത്മഹത്യ ചെയ്യുന്നത്? വിരോധമില്ലെങ്കിൽ പറയാം. അത് അല്ല, വിശേഷിച്ച് അറിഞ്ഞിട്ട് എനിക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അരുണിനെ ആത്മഹത്യ എന്ന് പിന്തിരിപ്പിച്ചിട്ട് എനിക്കെന്ത് കിട്ടാനാ? നിങ്ങൾ ചോദിച്ചോണ്ട് ഞാൻ പറയാം. എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു. എന്നിട്ട് എല്ലാവരും കൂടി നിർബന്ധിച്ചപ്പോൾ അടുത്ത ആഴ്ച അയാൾ കല്യാണം. ഇതിനൊക്കെ ആരെങ്കിലും പോയി ചാവോ? വല്ല ആസിഡ് ഒഴിക്കുകയോ പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയോ അല്ലെങ്കിൽ വെട്ടിയോ കുത്തിയോ കൊല്ലുക എന്നല്ലാതെ. നിങ്ങളെന്ത് ടോക്സിക് ആണ് ബ്രോ. ഇവിടെ നല്ല പോത്ത് കറി കിട്ടുന്ന ഹോട്ടലുണ്ട്, നമുക്ക് അങ്ങോട്ട് പോയാലോ? അയ്യോ, പോത്ത് ഞാൻ കഴിക്കാറില്ല. എനിക്കൊരു കട്ടൻ മതി. കോഴിക്കോട് ജില്ലയിലെ നിപ്പ നിയന്ത്രണങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി. നമ്മുടെ തിലകനല്ലേ അത്? എന്താ ആക്ടിങ്! ഒരു സിനിമ കാണില്ല എന്ന് പറഞ്ഞിട്ട്? അങ്ങനെ കാണാറൊന്നുമില്ല, പക്ഷെ ചിലരെയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നടന്മാരായിരിക്കാം? അങ്ങനെ ചോദിച്ചാൽ മുരളി, നരേന്ദ്രപ്രസാദ്, നമ്മുടെ പപ്പു ഒക്കെ നല്ല നടന്മാരല്ലേ? സത്യം. പക്ഷെ എല്ലാവരും പോയില്ലേ? എല്ലാവരും. അരുണൊരു പൊറോട്ട കൂടി പറയുന്നില്ലേ? ചേട്ടാ, ഒരു പൊറോട്ട കൂടി. ഈ മനുഷ്യന്മാരുടെ ഓരോ കാര്യം, ചാവുന്ന പകുതി ധൈര്യം പോരെ ജീവിക്കാൻ. ഇതൊന്നും കേട്ട് നമ്മൾ ഡിമോട്ടിവേറ്റഡ് ആയി പോകരുത്. അതെ, എന്തായാലും എനിക്കിനി ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതാണ് അതിൻ്റെ സ്പിരിറ്റ്. അല്ല, നിങ്ങളുടെ നാട്ടിൽ ഇന്നലെ നെടുവളാൻ വന്നിരുന്നു. ആരായി നെടുവളാൻ? ഓ, നിങ്ങളുടെ നാട്ടിലൊക്കെ ചിലപ്പോൾ അതിന് കുത്തിച്ചൂലാൻ അല്ലെങ്കിൽ ഈ കാലം കൊഴിയെന്ന് പറയുന്നത്, കാലം വരുന്നതിൻ്റെ തലേന്ന് കൂടുന്നത്. ഓരോ വിശ്വാസങ്ങളെ, മനുഷ്യന്മാരുടെ ഓരോ കാര്യം. ഒരു പാവം പക്ഷി കാലം വരുന്നതിൻ്റെ തലേ ദിവസം കരയാന്ന് പറഞ്ഞ് അതിനെ പേടിക്കും. അപ്പോൾ നിങ്ങൾക്ക് ദൈവവിശ്വാസമില്ലേ?
ഞാൻ നല്ല ഭക്തനായിരുന്നു കേട്ടോ. ദിവസവും അമ്പലത്തിലൊക്കെ പോവേൻ. ആളുടെ കല്യാണം നിശ്ചയിച്ചപ്പോൾ ഭക്തി പോയി കാണുമല്ലേ? അല്ല, ഇന്ന് രാവിലെ അമ്പലത്തിൽ പോയിട്ടാണ് വന്നത്. ഇനി എന്താ അമ്പലം? അല്ല, ഇന്നത്തെ കാര്യങ്ങളൊക്കെ വിചാരിച്ച പോലെ ശരിയായിട്ടൊന്നും നടക്കാൻ. എന്ത് കഷ്ടമല്ലേ? പണിക്ക് പോയി കുടുംബം നോക്കേണ്ട ചെക്കന്മാരാ ഇവിടെ ചാവാൻ വേണ്ടി വരുന്നത്. നിസ്സാര കാര്യങ്ങൾക്കൊക്കെ എന്തിനാണോ ചാവാൻ ഇറങ്ങുന്നത്? സത്യം. എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏട്ടാ അവിടെ? ഏയ്, ഒരു പ്രശ്നമില്ല. ഒരുത്തവിടെ ട്രെയിൻ ചാടാൻ വന്നിരുന്നു. ലോക്കലി ലേറ്റ് ആയതുകൊണ്ട് ഓൻ രക്ഷപ്പെട്ടു. അതാണ്, ഓൻ്റെ സമയമായില്ല, അത്രേ ഉള്ളൂ. ആ, ഓൻ്റെ ആ സമയോ ഓനെ പോലീസുകാർ കൊണ്ടുപോയിക്കിന്. ഇനി ഓന് കേസും കൗൺസിലിംഗ് ആയിട്ട് നടക്കാം. എന്നാ ഞാൻ പോട്ടെ. എന്നാ മെമ്പറേ, നമുക്ക് പോയാലോ? നമുക്ക് പോവാം. ശരി. ആയി. നിങ്ങൾ കൃത്യസമയത്താട്ടോ വന്ന്, അല്ലെങ്കിൽ പോലീസിൻ്റെ കയ്യിൽ ഓന് പകരം ഞാനതിനും പെടും. എന്നാൽ നമുക്കങ്ങ് പോവാം. ഇതിലിപ്പോൾ വന്ദേ ഭാരത് എക്സ്പ്രസിന് മുന്നിൽ യുവാവ് ചാടി മരിച്ചു. ട്രെയിനിന്റെ മുൻഭാഗത്ത് കേടുപറ്റി. കോഴിക്കോട് വെസ്റ്റീലിനും എലത്തൂരിനും ഇടയിൽ വൈകിട്ട് 4:15 സംഭവം. കക്കോടി സ്വദേശി അരുണാണ് മരിച്ചത്. ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. എന്നാൽ റെയിൽവേ ട്രാക്കിലേക്ക് ചിത്ര, ആളാ പോയവൻ തന്നെയല്ലേ? അതെ ബോസ്. നാളെ പത്രത്തിൽ വരാനുള്ളവൻ്റെ പ്രൊഫൈലൊന്ന് വായിച്ചേ. പേര് ശ്രീരാജ്, വയസ്സ് 28, പുരുഷൻ. മരണകാരണം തന്റെ കാമുകനായ അരുണിന്റെ മരണത്തിൽ മനംനൊന്ത് ബൈക്ക് നദിയിലേക്ക് ഓടിച്ചിറക്കിയുള്ള ആത്മഹത്യ. പെർഫെക്റ്റ്. അപ്പോൾ താൻ കിട്ടും. ഞാനും പോവുകയാണ്. ആ പോയവനെ ഒടുക്കത്തെ വേഗതയാണ്. ഇപ്പം പോയാലേ കൃത്യമായി അവന് കിട്ടും.